തീപൂക്കില പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചെതറിക്കും എന്ന് പ്രസംഗിച്ച CPM നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുത്ത് 51 വെട്ടുവെട്ടി മുഖം വികൃതമാക്കി ചന്ദ്രശേഖരനെ കൊന്ന പാർട്ടിയുടെ നേതാവാണ് ഇയാൾ. കണ്ടില്ലേ? നമ്മുടെ വണ്ടിപ്പെരിയാറിൽ ഒരു DYFI-കാരൻ 6 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. ഈ പിണറായി വിജയന്റെ പോലീസും പ്രോസിക്യൂഷനും ആ DYFI നേതാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തെളിവുകൾ നശിപ്പിച്ചു. അവനെ കോടതി വെറുതെ വിട്ടു. അവനെ വാളയാറിൽ 9 വയസ്സും 13 വയസ്സുള്ള പെൺകുട്ടികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ മാർക്സിസ്റ്റുകാരെ ഈ സർക്കാർ സംരക്ഷിച്ചു. ഏറ്റവും അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷനെ തുടർന്ന് സർജിക്കൽ വാർഡിൽ കിടന്നിരുന്ന IC യൂണിറ്റിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയെ NGO യൂണിയനിൽപ്പെട്ട CPM-ൽപ്പെട്ട ഒരുത്തൻ പീഡിപ്പിച്ച് ഈ അതിജീവിതയെ പരാതി പിൻവലിക്കാൻ 5 NGO യൂണിയൻകാർ ചെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഒരു നഴ്സിംഗ് ഓഫീസർ ആരാണ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതെന്നതിന്റെ റിപ്പോർട്ട് കൊടുത്തു. 5 പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാൻ ആ പാവപ്പെട്ട നഴ്സിംഗ് സീനിയർ ഓഫീസറെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതി പറഞ്ഞു ഏപ്രിൽ 1-ാം തീയതി അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇന്നലെ വരെ 6-ാം തീയതി വരെ ആ സ്ത്രീ ഒരു പീഡിപ്പിക്കപ്പെട്ട IC യൂണിറ്റിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി ധീരമായ നിലപാടെടുത്തൊരു സ്ത്രീയെ അവർ 6 ദിവസം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ കാവലിരുത്തി. എന്നിട്ട് ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. ഇവരൊരു സ്ത്രീയാണോ? ഇവരിൽ ആരെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ IC യൂണിറ്റിൽ പീഡിപ്പിക്കപ്പെട്ടതെങ്കിൽ പൊടിയും തട്ടി അവർ പോവും. ഇവർ ഇരകളുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ആ സ്ത്രീക്ക് പിന്തുണ നൽകാൻ വേണ്ടി ഇന്നലെ അന്തിമയങ്ങിയപ്പോഴേക്കും അവർക്ക് ഓർഡർ അടിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നു. സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU നടത്തിയ അവരുടെ പ്രസിഡന്റുമാർ നടത്തിയ നിരാഹാര സമരം 6-ാം ദിവസമായപ്പോഴാണ് ഭയന്നാണ് സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ആ CBI അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി വൈകിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് അത് വേഗത്തിലാക്കിയത്. ആ സർക്കാരാണ്. ഇവരാരുടെ കൂടെയാണ്? ഇവര് വേട്ടക്കാരുടെ കൂടെയാണോ ഇരകളുടെ കൂടെയാണോ? ഏത് CPM-കാരൻ എന്ത് തോന്നിവാസം കാണിച്ചാലും ഏത് വൃത്തികേട് കാണിച്ചാലും അവരെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് പിണറായി വിജയനും കൂട്ടുകാരും എടുക്കുന്നത്.